ഹലോ ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇറേഷണൽ മൾട്ടിപ്ലിക്കേഷൻ ചാപ്റ്ററിലെ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്ന പോർഷനാണ്. അപ്പോൾ നമ്മളൊരു നോർമൽ ട്രയാങ്കിൾ തന്നു, അതിൻ്റെ ബേസും ഹൈറ്റും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ, ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റാണ്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ്. ഈ തന്നിരിക്കുന്ന ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടെത്താനുള്ള ഒരു ഫോർമുലയാണ്. അതായത് സൈഡ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടെത്താനുള്ള ഫോർമുലയാണ് √3/2 a എന്ന് പറയുന്നത്. ഓക്കെ, √3/2 ഇൻറ്റു a, സൈഡ് വെച്ചിട്ട് √3/2 ചെയ്ത് കഴിഞ്ഞാൽ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടുന്നതാണ്. ഇനി ഈ തന്നിരിക്കുന്ന ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് √3/4 a² ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് എല്ലാം ഡിഫറെൻ്റ് ആണ് എന്ന് അങ്ങനെ ആണെങ്കിൽ ഹൈറ്റൊക്കെ കണ്ടുപിടിച്ച് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു ഫോർമുല ഇനി ഇവിടെ പഠിക്കാൻ പോവാണ്. ഹെറോയിൻസ് ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. If the lengths of the sides of the triangle are a, b, c and we take s is equal to half into a plus b plus c, then the area of the triangle is root of s into s minus a into s minus b into s minus c. ഇതാണ് നമ്മുടെ ഫോർമുല. അതായത് ആദ്യം ഈ എസ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി പെരിമീറ്റർ എന്നാണ് പറയാം. അതായത് ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക, അതിൻ്റെ ഹാഫ് എടുക്കുക, അതാണ് എസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുന്നത് √s ഇൻറ്റു s മൈനസ് a ഇൻറ്റു s മൈനസ് b ഇൻറ്റു s മൈനസ് c ആണ്. ഈ ഫോർമുലയെ പറയുന്ന പേരാണ് ഹെറോയിൻസ് ഫോർമുല. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കിപ്പോകാം. ഇതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് For each of the length below, calculate the area of the equilateral triangle with that as the length of the sides. ഈ തന്നിരിക്കുന്ന 10 cm, 5 cm, √3 cm ലെങ്ത്ത് വരുന്ന ട്രയാങ്കിൾസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്താനുള്ള ഫോർമുല എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ √3/4 a² ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രകാരം ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് √3/4 a² ആണ്. സോ √3/4 a എന്ന് പറയുന്നത് ഇവിടെ 10 cm എന്ന് തന്നിട്ടുണ്ട്. √3/4 ഇൻറ്റു 10 ഇൻറ്റു 10 a² എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 10. അപ്പോൾ നമുക്ക് എത്ര വരും? 2 വെട്ടിക്കളയാൻ പറ്റും. 5 50/2, ദാറ്റ് ഇസ് 25√3 cm² ആണ് ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 cm ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ നമുക്ക് കണ്ടെത്തണം. സോ ഏരിയ ഈക്വൽ ടു √3/4 a². That is equal to √3/4 into 5² എന്ന് പറയുന്നത് 25 ആണ്. സോ 25/4 √3 cm² ആണ് നമ്മുടെ ആൻസർ. √3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതുന്നതും നല്ലത് തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് √3 cm ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏരിയ ഈക്വൽ ടു √3/4 ഇൻറ്റു a² പകരം √3² എന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ √3യുടെ സ്ക്വയർ 3 ആണ് അല്ലേ? അപ്പോൾ 3/4 √3 cm² ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ. Calculate the area of the regular hexagon with lengths of the side 6 cm. 6 cm ലെങ്ത്ത് വരുന്ന ഒരു റെഗുലർ ഹെക്സഗൻ്റെ ഏരിയ കണ്ടെത്താനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ പറയുന്നത്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ട്. ഹെക്സഗൺ മീൻസ് 6-sided പോളിഗൺ, ക്ലോസ്ഡ് ഫിഗർ. 6-sided ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത്. ഹെക്സഗൺ എന്ന് പറയുന്നത് ആ ഹെക്സഗണിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന് റെഗുലർ ഹെക്സഗൺ എന്ന് പറയും. അപ്പോൾ ഈ റെഗുലർ ഹെക്സഗണിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്, സൈഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 6 cm ആണ്. സോ ഇതിൻ്റെ ഏരിയ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ ഹെക്സഗണിനെ
6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇങ്ങനെ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഇതിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കണ്ടെത്താനുള്ള ഫോർമുല അറിയാം. കാരണം ഇതിൻ്റെ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അപ്പോൾ കറക്റ്റ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 60 ആയി ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അങ്ങനെ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആയിട്ട് മാറും. അപ്പോൾ ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് √3/4 ആണ് ഫോർമുല. ഇനി ഏരിയ ഓഫ് ഹെക്സഗൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ ഓഫ് ഹെക്സഗൺ, റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത് ഈക്വൽ ടു 6 × √3/4 ആണ് ഫോർമുല. അപ്പോൾ അതിൽ 3 2 സോ 3√3/2 ആയിരിക്കും റെഗുലർ ഹെക്സഗൻ്റെ ഏരിയ കണ്ടെത്താനുള്ള ഫോർമുല. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എ അവൈലബിൾ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3√3/2 × 6 × 6. ഓക്കെ, അപ്പോൾ ഇതിൽ 3 വെച്ച് വെട്ടിക്കളയാൻ പറ്റും. സോ 9 × 6 54√3 cm². ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. താങ്ക് യു.